ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ജോധ അക്ബർ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലാണ്, ജയ്പൂരാണ്. ഇതിൻ്റെ പേര് ആംബെയർ ഫോർട്ട് എന്നാണ്. ആംബെയർ ഫോർട്ട് എന്നും പറയുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ. സോ ഒരു ഗംഭീര ഫോർട്ടാണ് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത്, ഒരു വലിയ മലയുടെ മുകളിൽ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. തകർത്താലോ പോരെ. പുള്ളിയുടെ നമ്മുടെ ഗൈഡാണ് ഇദ്ദേഹം നമുക്കെല്ലാം പറഞ്ഞു തരും ഇവിടെ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു സ്റ്റെപ്പുണ്ട്, ഒരു 15 മിനിറ്റ്സ് എടുക്കും നടന്ന് അവിടെ എത്താൻ. ये जो जयगढ़ फोर्ट से बाउंड्री वॉल बना हुआ है 12 किलोमीटर एरिया में बना हुआ है और पूरा पैलेस को प्रोटेक्ट करने के लिए होता था। और वो टॉवर पे सैनिक खड़े रहते थे 24 आवर्स, जिसमें रात को मिसाइलें जला के संदेश और दिन में അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ 24 മണിക്കൂറും അതിന്റെ മുകളിൽ കൊണ്ട് സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അവിടെ താമസ സൗകര്യങ്ങളും എല്ലാം അവിടെ രാജ്ഘട്ട് ചെയ്തിരുന്നു എന്നുള്ള ഫോർട്ടിൽ ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. രാവിലെ ഈ പെരുമ്പറയൊക്കെ കൊട്ടുന്ന മെസ്സേജ് പാസ് ചെയ്യുന്നത് എല്ലാം ഓരോരോ കോഡുണ്ട്. സമാധാനം അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ട്, അതിനകത്തൂടെ അറിയിക്കും. പിന്നെ രാത്രിയാകുമ്പോൾ ഒരു തരം പന്തം കൊടുത്തിട്ട് ആണ് സിഗ്നൽ അവിടെ നിന്ന് കൊടുക്കുന്നത്. നമുക്ക് ഈ ആംബെയർ ഫോർട്ടിൻ്റെ അകത്തേക്ക് പല രീതിയിൽ നമുക്ക് പോകാം. ഇപ്പം ഞങ്ങൾ നടന്ന സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. ഏകദേശം 15 മിനിറ്റ് എടുക്കും. അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ആനയുടെ പുറത്ത് കയറി അതിൻ്റെ മുകളിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു 1500 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക് ഒരു സിംഗിൾ സൈഡ് പോകാനായിട്ട്. അപ്പോൾ ഈ ആനപ്പുറത്ത് അതും ഒരു അനുഭവമാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒന്ന് മുകളിൽ കയറി ആനപ്പുറത്ത് കയറി ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്താൽ രസകരമായിരിക്കുമെന്ന്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അതിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ്
ഇപ്പോഴാണ് ആന കാലി അടിച്ച് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ ആന പാവം അവിടെ നിന്ന് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അത് കണ്ടപ്പോൾ വിചാരിച്ചു മോളിൽ കയറാതിരുന്നത് നന്നായി. എന്നാൽ പോലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് കയറി ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയിലും നമ്മളുടെ ജീപ്പുണ്ട്, ജീപ്പ് സർവീസ് ഉണ്ട്. ജീപ്പിൽ കയറ്റി നമ്മുടെ മുകളിലെത്തിക്കും. സോ അങ്ങനെയുള്ള പല സർവീസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ നടന്ന് കയറി, കാരണം അതൊരു ഭംഗിയായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. സോ ഇതുപോലെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ആമേർ ഫോർട്ടിലുണ്ട്. അത് ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. $500 വർഷം പഴക്കമുള്ളൂ. ये वाला गेट देख रहे हैं ना सर, ये है सूर्यपोल गेट, इसको सन गेट बोलते हैं. और वो मून गेट है बैक साइड वाला. तो जीप वाला लाता अपने को बैक മൂൺ ഗേറ്റ്. उधर से राज परिवार की एंट्री होती थी. हाथी, घोड़े, बग्गी, पालकियों के राजपूत. ഇതിൻ്റെ അകത്തുകൂടെയാണ് രാജാക്കന്മാരും അദ്ദേഹം പറഞ്ഞ പോലെ പടയ്ക്കുള്ള കുതിര, ആനയൊക്കെ വന്നുകൊണ്ടിരുന്ന ഗേറ്റ്. ഇതിന് സൺ ഗേറ്റ് എന്നും ഈ കാണുന്നതിന് മൂൺ ഗേറ്റ് എന്നാണ് അദ്ദേഹം. മൂൺ ഗേറ്റിലൂടെയാണ് സാധാരണക്കാർ വരുന്നത്. ഇതിൻ്റെ താഴെയായിട്ടൊരു വലിയ ടണൽ പോകുന്നുണ്ട്. ആ ടണലിൻ്റെ അകത്തു കൂടെയാണ് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മലയുടെ ചുറ്റും വാളുകളുണ്ട്. ഈ വാളുകളിൽ നമ്മുടെ പട്ടാളക്കാർ, അവരുടെ സെക്യൂരിറ്റി അവിടെ വന്ന് നിൽക്കുന്നതുമെല്ലാം 24 മണിക്കൂർ സർവീസാണ്. സോ അവർക്ക് ഇതിൻ്റെ അകത്തു കൂടെ അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ടണലുണ്ട് അത്രേ, അതിൻ്റെ അകത്തു കൂടെ വന്ന് ഇവിടെ ഇതൊരു പുല്ലിട്ട സ്ഥലമായിരുന്നു. അവിടെ ഇപ്പോൾ ഇത് ഒരു കല്ലൊക്കെ വിരിച്ചേക്കണം. ഈ പുല്ലുള്ള സമയത്ത് ഇവിടെ വന്നിട്ടാണ് അവരുടെ പ്രാക്ടീസും പരിപാടികളൊക്കെ നടക്കണേ. സൽമാൻ ഖാൻ്റെ വീർ എന്ന് പറഞ്ഞ സിനിമ ആക്ച്വലി ഇവിടെയാണ് ഷൂട്ട് ചെയ്തതൊക്കെ. സീൻസ്, ഫൈറ്റ് സീൻസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ബോൽ ബച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, പിന്നെ ജോധ അക്ബർ അഫ്കോഴ്സ്. ആ സീനൊക്കെ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് ജി സാറ്. നമുക്ക് കാണാം. നമുക്ക് ടിക്കറ്റിന് എത്ര രൂപ? 120 രൂപ. 102, അതാണ് 2 രൂപ എന്ന് പറഞ്ഞല്ലേ. 102 രൂപ ഒരാൾക്ക്. 102 എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 102 ഇതിൻ്റെ അകത്ത് കയറാൻ അല്ലേ. ഓക്കെ. बराबर है. मेन गेट होते थे, बड़े बड़े गेट बनाए जाते थे ऐसे. ഇനി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. സാങ്കുവൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക മരത്തിന്റെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. ഓക്കെ. ഒരിക്കലും ചെതല് പിടിക്കില്ല. ഓക്കെ. ഭയങ്കര സ്ട്രോങ്ങുമാണ്. ഓക്കെ. അപ്പൊ അവര് പറയുന്നത് ഇത് അടച്ചു കഴിഞ്ഞാല് ഇതൊക്കെ അവര് വെച്ചിരിക്കുന്ന ആനയൊക്കെ വന്ന് ഇടിക്കുക, അല്ലെങ്കിൽ അവർക്ക് പരിക്കേക്കും. ഓക്കെ. ആനയ്ക്ക് പോലും ആന ഇടിച്ചാൽ പോലും ഇത് തകരില്ല. അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷനാണ്. ഓക്കെ. പിന്നെ അതിന് പുറമെ ഇതൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാം ചെയ്തിരിക്കണം. ലോക്ക് അല്ലേ. അതുപോലെ തന്നെ ഒരിക്കലും അത് നേരത്തെ പുള്ളി നടന്നു വന്നപ്പോൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? കയറി വന്നപ്പോൾ ഗ്രാമത്തിന്റെ, അതായത് ഒരു നടന്നു പറഞ്ഞോളൂ. അടുത്ത മറ്റേ തൊട്ടപ്പുറത്ത് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കി എന്ന് പറയപ്പെടുന്ന പീരങ്കി അവർ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. ആ പീരങ്കിയുടെ ഇതെന്താന്ന് വെച്ചാൽ അതിന്റെ ഓരോ ഉണ്ടയ്ക്കും 50 കിലോ ആണ്. എന്റെ അമ്മേ. അപ്പൊ 50 കിലോ ഉള്ള ആ ഒരു തോക്ക് ഉണ്ട ഒരിക്കലും ഇതുവരെ അവർ പ്രയോഗിച്ചിട്ടുള്ളൂ. അന്ന് അത് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ദൂരെ പോയിട്ട് വീണു ഒരു ഗ്രാമത്തില്. അവിടെ ഒരു വലിയ കുഴി ഉണ്ടായിട്ടൊരു ഗർത്തമുണ്ടായി. ഓക്കെ. ആ ഗർത്തം ഇന്നൊരു വലിയ കുളമാണ് അത്ര.
അതുപോലെ തന്നെ അത് തൊടുത്തുവിട്ട ആ സോൾജർ ആ അയാളുടെ ശരീരം 8-9 കഷ്ണമായിട്ട് ചെതറി. വിട്ടപ്പോൾ അത്രയും ഇമ്പാക്റ്റ് ആണ് അതിൽ നിന്നുള്ളത്. തീയും പുകയെല്ലാം വരുമല്ലോ. അപ്പൊ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ, അതിപ്പോഴും അവിടെ ഒരു കാഴ്ച വസ്തുവായിട്ട് വച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. മറ്റേ ഫോട്ടിൽ ആ ഫോട്ടിൽ പോകണം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓഡിയോ ഗൈഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് പറയുമായിരിക്കും അല്ലേ. ഇത് ജോധ അക്ബറൊക്കെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ മറ്റേ ബീരങ്കി सर यहाँ से देख रहे हैं ना, ये 12 किलोमीटर दूर है ये जगह। ഇവിടെ ഈ ഫോർട്ടിലാണ് ബീരങ്കി ഉള്ളത്. ആ വലിയ ബീരങ്കി ഇപ്പൊ സാറ് ചേട്ടൻ പറഞ്ഞില്ലേ അത്. 1.5 किलोमीटर का एरिया है दोनों। ये है ना जोधा अकबर शूट? नहीं यहाँ पे नहीं हुआ, इधर है ना, आगे हुआ था सर। आगे इधर भी है। ये दीवाने आम है। അപ്പോൾ നമ്മളുടെ ജോധ അക്ബർ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതേപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ കൊട്ടാരത്തിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. സോ അങ്ങനത്തുള്ള വിഷ്വൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് കാണാം. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ ജയ്പൂർ എപ്പിസോഡ്സ് ആണ്. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ടോക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് സൈനിങ് ഓഫ്. രാജാക്കന്മാരുടെ ടോയ്ലറ്റ് കാര്യം സാധിക്കുന്നത് ഇങ്ങനെ. ഇരുന്നോളൂ. മഹാരാജ ജിജിത് സിംഗ് ജി കാ ടോയ്ലറ്റ് സീറ്റ്.